ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ രാജുവിനോട് പറയുന്നുണ്ട്, നമ്മളെ രണ്ടുപേരെയും തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ചുറ്റും ശത്രുക്കളാണ്. ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നമ്മുടെ മിത്രങ്ങളല്ല, എല്ലാം അസൂയാലുക്കളാണ്. സാറ് പറഞ്ഞു വരുന്നത് എന്താണ് എന്നിങ്ങനെ രാജു ചോദിക്കുമ്പോൾ പ്രതാപൻ പറയാ, ഞാനത് വ്യക്തമായിട്ട് പറയാം. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ലാപ്ടോപ്പ് പ്രശ്നമുണ്ടല്ലോ, അത് എനിക്കും നിനക്കും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ആ കാര്യത്തിനെല്ലാം ഒരു പരിഹാരം ഉണ്ടായെങ്കിലും ആ ഫയൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ നിനക്കൊരു വീഴ്ച പറ്റി. ഞാൻ കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയുന്നത് എല്ലാ അർത്ഥത്തിലും നീ എനിക്ക് പ്രിയപ്പെട്ടവനാ. അത് മാത്രമല്ല, ഇനിയും നിനക്ക് അബദ്ധം പറ്റരുത്. ഇതെല്ലാം ദീപക് അവിടെ നിന്ന് മറഞ്ഞു നിന്ന് കേൾക്കുവാണ്. പ്രതാപൻ രാജുവിനോട് പറയുന്നു, വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് നീ ചെയ്യുന്നത്. അതുകൊണ്ട് നിന്നെ കൊടുക്കാൻ വേണ്ടി പലരും വല വിരിച്ച് ചുറ്റും കാത്തിരിക്കുവാണ്. അതെനിക്കറിയാം സാർ. എങ്കിൽ മേലിൽ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത്തരം ജോലി ചെയ്യുന്നവരെല്ലാം എല്ലാ കാര്യത്തിലും വിജിലൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അകപ്പെട്ടു പോവും. അപ്പോൾ രാജു പറയുന്നു, ഞാൻ ശ്രദ്ധിക്കാം സാർ. ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തലായിട്ട് നീ കരുതരുത്. കാരണം നിനക്ക് ആദ്യമായിട്ട് പറ്റിയ ഒരു പിഴവാണിത്. നീ വിഷമിക്കുകയൊന്നും വേണ്ട. അത് പോട്ടെ, സൂര്യമംഗലം തറവാട്ടിലുണ്ടായ ആ അറ്റാക്കിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? പ്രതാപൻ അങ്ങനെ പറയുന്നത് കേട്ട് ആകെ ടെൻഷൻ പിടിച്ചിങ്ങനെ നിൽക്കുവാണ് ദീപക്. ആരാണെന്ന് ഇതുവരെ പിടികിട്ടിയില്ല സാർ എന്നിങ്ങനെ രാജു പറയുമ്പോൾ പ്രതാപൻ പറയുന്നു, എന്നാൽ അത് നീ കണ്ടെത്തണം. ശരി, നീ ഇനി പൊയ്ക്കോ എന്നിങ്ങനെ പ്രതാപൻ പറയുമ്പം രാജു അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറി വരുന്ന രാജു കാണുന്നത് ദീപക് അവിടെ ഒളിച്ചിരുന്നതും രാജുവിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് അവനവിടെ ഇരിക്കുന്നു. രാജു അത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. എടാ, നിന്റെ ഈ മാനസിക രോഗം ഇതുവരെയും മാറിയില്ലേ എന്നിങ്ങനെ രാജു ദീപക്കിനോട് ചോദിക്കുവാണ്. രാജു അങ്ങനെ പറഞ്ഞത് കേട്ടതും ദീപക്കിന് വന്നത് ദേഷ്യം. അവൻ പെട്ടെന്ന് ചോദിക്കുന്നു, എന്താടാ പറഞ്ഞത്, മാനസിക രോഗമോ? അപ്പോൾ രാജു പറയാം, അതേടാ, മെൻ്റൽ ഡിസീസ്. നിൻ്റെതേ ഒരു വൃത്തികെട്ട മാനസിക രോഗമാണ്. ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാവോ? കാരണം പുകച്ചുള്ള അടിയാ. എന്നാൽ അടിക്കാൻ ഇങ്ങോട്ട് വാടാ, കാണിച്ചു തരാം. രാജു ചോദിക്കുക, എന്ത് കാണിക്കുമെന്നാടാ നീ പറയുന്നത്? ഒരു ജോലിയും ചെയ്യാതെ കണ്ടവൻ്റെ കാര്യം നോക്കി നടക്കുന്ന ഒരുത്തൻ, യൂസ്ലെസ്. നിനക്ക് പോയി ചത്തുകൂടേടാ. അത് കേട്ട് ദീപക് ദേഷ്യത്തോടെ ഡാ എന്ന് വിളിക്കുമ്പോൾ രാജു പറയുന്നു, പോടാ, നിന്നെ തല്ലിയാലേ എൻ്റെ കൈ വൃത്തികേടാവും, ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് രാജു പോകാനൊരുങ്ങും. പെട്ടെന്ന് രാജുവിനൊരു സംശയം, ഇനി ആ ഫയലിൻ്റെ തിരിമറി നടത്തിയത് ഇവനാണോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് രാജു കുറച്ചുനേരം ദീപക്കിനെ നോക്കിയിട്ടങ്ങ് പോവുകയാണ്. കൊച്ചമ്മണിയാണ് ഈ സമയത്ത് എന്തൊക്കെയോ ആലോചിച്ച് പേടിച്ചിങ്ങനെ ഡൈനിങ് ടേബിളിനടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം രാധമ്മയും പ്രിയയും അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്യുവാണ്. ജയനാണെങ്കിൽ ഒരുമാതിരി മാനസിക നില തെറ്റിയവരെ പോലെ ഇങ്ങനെ മാനത്തോട്ട് നോക്കി കണ്ണൊക്കെ ഉരുട്ടി നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ വേണുവേട്ടൻ സാധനങ്ങളുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. വേണുവേട്ടൻ നോക്കുമ്പോൾ ജയൻ ഒരുമാതിരി ഇങ്ങനെ നിൽക്കുന്നു. അല്ല, ഇവനിത് എന്തു പറ്റി? ഒരുമാതിരി ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. എന്ത് പറ്റിയടാ ജയ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? നീ ചെന്ന് വല്ല ഏടാകൂടത്തിനും ചാടിയോ? ഇനി എന്തെങ്കിലും തരികിട പരിപാടി കാണിച്ചിട്ടേ പോലീസെങ്ങാനും എടുത്തിട്ട് ചതച്ചോടാ. വേണുവേട്ടൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ജയൻ മനസ്സിൽ വിചാരിക്കുക, സിറ്റുവേഷൻ വളരെ മോശമായിപ്പ്, അല്ലെങ്കിൽ ഇയാളെ ഇപ്പം ഞാനിട്ട് പൊരിച്ചേനെ. വേണുവേട്ടന് പിന്നെയും സംശയം, ജയൻ ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ. എടാ, നീ പ്രിയായിട്ട് അങ്ങനെ വഴക്കൂടിയിട്ടാണോടാ വന്ന് നിൽക്കുന്നത്, അതോ നീ മൗനവ്രതത്തിലാണോ? അതെ എന്നിങ്ങനെ ജയൻ പറയുവാണ്. എന്തോ അക്കടി പറ്റിയിട്ടുണ്ട്. ചേടാ, ഇതെന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വേണുവേട്ടൻ അങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. വേണുവേട്ടൻ അകത്തോട്ട് കയറി വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ അടുത്തിരിക്കുന്ന കൊച്ചമ്മണി പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് കൈകൂപ്പി തൊഴുതിട്ട് പറയുന്നു, നമസ്കാരം. അതുകൊണ്ട് വേണുവേട്ടൻ അങ്ങ് ഞെട്ടിപ്പോയി. ഇവർക്കെന്താ മാനസാന്തരം വന്നോ? വേണുവേട്ടൻ അതിശയത്തോടെ കൊച്ചമ്മണിയോട് ചോദിക്കുന്നു, എന്ത് പറ്റി? വല്ല ദൈവവും പ്രത്യക്ഷപ്പെട്ട് സ്വഭാവമൊക്കെ അങ്ങ് മാറ്റിയോ? എന്ത് പറ്റി ജയൻ്റെ അമ്മേ, നിങ്ങൾക്ക് അമ്മയ്ക്കും മൗനും? അയ്യോ, എനിക്ക് ഒന്നും പറ്റിയില്ലേ എൻ്റെ രാധമ്മയുടെ ഭർത്താവേ. അത് കേട്ടിട്ട് വേണുവേട്ടൻ ചോദിക്കും, രാധമ്മയുടെ ഭർത്താവോ? അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ കൊച്ചമ്മണി പറയാ, എല്ലാം മായയല്ലേ സഹോദര, സർവ്വതും മായ, ഓം ശാന്തി. വേണുവേട്ടൻ സൂക്ഷിച്ച് കൊച്ചമ്മണി ഒന്ന് നോക്കിയിട്ട് പറയാ, വട്ടായിപ്പോയി അല്ലേ, ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. വേണുവേട്ടൻ എന്നിട്ട് അടുക്കളയിലോട്ട് ചെന്നിട്ട് പ്രിയയോട് ചോദിക്കുന്നു, എടി മോളെ, എന്ത് പറ്റിയടി നിന്റെ ഹസ്ബൻഡിനും മാതാശ്രീക്കും? അയ്യോ എൻ്റെ അച്ഛാ, എനിക്ക് ഒന്നും അറിയത്തില്ല. അമ്മയും മോനും കൂടെ തിടുക്കപ്പെട്ട് എവിടെയോ പുറത്തോട്ട് പോയതാ. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പോയ ആളുകളല്ല അവർ രണ്ടുപേരും. ശരിയാ മോളെ, ജയനാണെങ്കിൽ മാനസാന്തരക്കാരൻ, ഇവരാണെങ്കിൽ സന്യാസിയായി. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന രാധമ്മ പറയാ, അമ്മയും മോനും തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, ആർക്കറിയാം എന്തൊക്കെയാണെന്ന്. വേണുവേട്ടൻ പ്രിയയോട് ചോദിക്കുന്നു, എടി നീ ജയനോടൊന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ലേ? അച്ഛാ, ഞാൻ ചോദിച്ച്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ തക്കതായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ വേണുവേട്ടൻ പറയുന്നുണ്ട്. ജയൻ അവിടെ നിന്ന് തനിച്ച് തന്നെ മനസ്സിലൊക്കെ പറയുക, തട്ടിപ്പ് നടത്തരുത്, തട്ടിപ്പ് നടത്തിയാൽ പിടിക്കപ്പെടുമെന്നൊരു 100 വട്ടം ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ. പക്ഷെ ആര് കേൾക്കാനാ?
അപ്പോഴൊരു ഓട്ടോറിക്ഷയിൽ ഋതികയെ അങ്ങോട്ട് വരുന്നുണ്ട്. ജയൻ ഋതികയെ കണ്ടത് ഞെട്ടി പെട്ടെന്ന് പേടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഋതിക അടുത്തോട്ട് വന്നപ്പോൾ ജയൻ പെട്ടെന്ന് മുണ്ടിന്റെ കുത്തൊക്കെ അങ്ങോട്ട് അഴിച്ച് താഴോട്ടിട്ടിട്ട് കൈകൂപ്പി പറയുന്നു നമസ്കാരം. ഋതിക ജയനോട് ചോദിക്കുന്നു എന്താ ജയേട്ടാ സുഖമല്ലേ? പരമസുഖം എന്ന് ജയൻ പറയുമ്പോൾ ഋതിക സൂക്ഷിച്ച് ജയനെ ഒന്ന് നോക്കിയിട്ട് അങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. ഋതിക അങ്ങനെ നേരെ വന്നത് കൊച്ചമ്മണിയുടെ അടുത്തോട്ടാണ്. കൊച്ചമ്മണി ഋതികയെ കണ്ടതും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കൈകൂപ്പിയിട്ട് പറയുന്നു നമസ്കാരം. എന്താ വല്യമ്മേ സുഖം തന്നെയല്ലേ? ഋതിക അങ്ങനെ ചോദിച്ചപ്പോൾ കൊച്ചമ്മണി പറയും ഓം ശാന്തി ശാന്തി ശാന്തി. കൊച്ചമ്മണിയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് ഋതിക അങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. ഋതിക അങ്ങനെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ വേണുവേട്ടൻ ചോദിക്കുന്നു അല്ല മോളിത് എവിടെ പോയതാ? ഞാൻ ബാങ്കിൽ പോയതാ അങ്കിളെ. അല്ല ഈ വല്യമ്മയ്ക്കും ജയേട്ടനും എന്ത് പറ്റി അങ്കിളെ? രണ്ടുപേരും വല്ലാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നല്ലോ. വേണുവേട്ടൻ പറയാ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. രണ്ടും ഇപ്പോൾ കുഞ്ഞാടുകളായിട്ട് മാറിയിട്ടുണ്ട്. പ്രിയ പറയാ ഞാൻ പല പ്രാവശ്യം ജയേട്ടനോട് ചോദിച്ചു പക്ഷെ ഒന്നും പറഞ്ഞില്ല. അമ്മയും മോനും തമ്മിൽ നല്ല വഴക്കായിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബൈക്കിൽ രാജു അങ്ങോട്ട് വരികയാണ്. രാജുവിനെ കണ്ടത് ഒരുമാതിരി പുഞ്ചിരിയോടിങ്ങനെ ജയൻ നിൽക്കുവാണ്. ജയന്റെ നിൽപ്പിൽ എന്തോ പന്തികേട് പോലെ തോന്നിയ രാജു അടുത്തു വന്ന് സൂക്ഷിച്ചു നോക്കുമ്പോഴും ജയൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുവാണ്. എടാ ഈ അളിയനിത് എന്ത് പറ്റി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് രാജു അകത്തോട്ട് പോവാണ്. അപ്പോൾ വേണുവേട്ടൻ ചോദിക്കുന്നു അല്ല മോനെ ആ ലാപ്ടോപ്പിന്റെ കാര്യം എന്തായി? രാജു സന്തോഷത്തോടെ പറയുന്നു രക്ഷപ്പെട്ടച്ച ഒരു കുഴപ്പമില്ലാതെ എല്ലാം ശരിയായി. വർമ്മ സാറിൻ്റെ ഇമേജിന് ഒന്നും പറ്റില്ല, എനിക്കും ഒന്നും പറ്റില്ല. ഇത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ്. വേണുവേട്ടൻ വീണ്ടും ചോദിക്കുന്നു അല്ലട മോനെ ഇത് എങ്ങനെ പരിഹരിച്ചു? അച്ഛാ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല. ഇനി എന്തിനാ മോനെ ടെൻഷൻ? കാര്യങ്ങളെല്ലാം ആർക്കും ഒരു കുഴപ്പമില്ലാതെ പരിഹരിച്ചില്ലേ? എന്നാലും അച്ഛാ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാ. തെറ്റ് തന്നെയല്ലേ അച്ഛാ? എന്നിട്ട് രാജു ഋതികയും കൂട്ടിയിട്ട് അകത്തോട്ട് പോവുകയാണ്. രാത്രിയിൽ ഇങ്ങനെ വളരെ ടെൻഷനോടി വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ് രാജു. അപ്പോൾ റൂമിലോട്ട് വന്ന ഋതിക ചോദിക്കുന്നു എന്താ രാജു ടെൻഷൻ? കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തില്ലേ? രാജു പറയുക മേഡം എന്നാലും അത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു കുഴപ്പമല്ലയോ? എൻ്റെ കയ്യിൽ നിന്ന് വന്ന പാളിച്ചയല്ലേ? പാളിച്ച് വന്നത് പാളിച്ചു തന്നെയല്ലേ? ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ആളല്ലയോ? അപ്പോൾ എനിക്കിങ്ങനെ പറ്റാൻ പാടില്ലല്ലോ. അതിനെന്താ രാജു പറ്റിപ്പോയി, അത് പരിഹരിക്കുകയും ചെയ്തു. ഇനി അക്കാര്യം അങ്ങ് വിട്ടുകള രാജു. എന്നാലും മേഡം ആ എഗ്രിമെന്റ് ഫയൽ തിരുമറി നടന്ന കാര്യം ഓർത്ത എനിക്ക് ഡൗട്ടാ ദീപക്കിനെ തന്നെയാ. അവനാണോ ഇനി ഇതിന്റെ പിന്നിൽ കളിച്ചത്? രാജു അങ്ങനെ പറഞ്ഞപ്പോൾ ഋതിക പറയാ ഒരിക്കലുമല്ല, ദീപക്കല്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയല്ല ഞാൻ പിടികൂടിയില്ലേ? ഋതിക അങ്ങനെ പറഞ്ഞത് കേട്ട് രാജു വിശ്വസിക്കാനാകാതെ ഞെട്ടിയങ്ങ് നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നു മേഡം എന്തുവായി പറഞ്ഞത്? അതെ രാജു, ഈ പ്രശ്നം പരിഹരിച്ചത് മിസ്റ്റർ രാജു വേണുഗോപാലിന്റെ ഭാര്യയായ ഈ ഞാനാണ്, സൂര്യമംഗലത്തെ ഋതിക വർമ്മ. രാജു ഇങ്ങനെ അമ്പരന്നിട്ട് ഋതിയോട് ചോദിക്കുക അതെങ്ങനെ? പക്ഷെ കൊച്ചമണി വല്യമ്മയും ജയേട്ടനുമായി ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം രാജുവിനോട് പറയണ്ട. അവരാണ് ചെയ്തതെന്നറിഞ്ഞാൽ രാജു അവരെ വെറുതെ വിടില്ല. പിന്നെ കുടുംബം കലങ്ങും, പ്രിയച്ചിയുടെ മനസ്സും തളരും. എന്താ മേഡം ഒന്നും മിണ്ടാത്തത്? അത് രാജു ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത കമ്പനിക്കാർ നടത്തിയ ഒരു തട്ടിപ്പാണിത്. ഇത് ഞാനും നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആന്ധ്ര ഡിക്രൂസും ചേർന്ന് കൈകാര്യം ചെയ്തു. ഇരു ചെവി അറിഞ്ഞിട്ടില്ല, ഒരു മീഡിയക്കാരും ഇത് അറിഞ്ഞിട്ടില്ല. ഒരു അഴിമതി ആരോപണവും വന്നില്ല. കുറച്ച് കാശ് ചെലവായി, അത്രേ ഉള്ളു. ഋതിക പറഞ്ഞതെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടെ രാജു ഋതികയുടെ കൈ പിടിച്ചിട്ട് കൺഗ്രാജുലേഷൻ മേഡം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മേഡം ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല, ഏത് കാര്യവും ഭംഗിയായിട്ട് ഡീൽ ചെയ്യാനൊക്കെ അറിയാം. ഈ ഗുഡ് ന്യൂസ് ഉടനെ തന്നെ നമുക്ക് വർമ്മ സാറിനെ അറിയിക്കണം. ഏത് ഗുഡ് ന്യൂസാ രാജു എന്നിങ്ങനെ ഋതി ചോദിക്കുമ്പോൾ രാജു പറയുക മേഡമാണ് എന്നെയും വർമ്മ സാറിനെയും രക്ഷിച്ചു എന്നുള്ള വാർത്ത. ഏയ് അതൊന്നും വേണ്ട എന്നിങ്ങനെ ഋതിക പറയണം. എന്താ അറിയിച്ചാല് എന്ന് രാജു വീണ്ടും ചോദിക്കുന്നു. വേണ്ട അതൊന്നും അറിയിക്കേണ്ട. രാജുവും എൻ്റെ അച്ഛനും എനിക്ക് ആരാ? നിങ്ങൾക്കൊരു ക്രൈസിസ് വന്നാൽ അത് രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ഓക്കെ വേണ്ടെങ്കിൽ വേണ്ട എന്നിങ്ങനെ രാജു പറയുന്നുണ്ട്. രാജു മറ്റൊരു സംഭവമുണ്ട്. എന്ത് സംഭവമാണ് മേഡം എന്നിങ്ങനെ രാജു ചോദിക്കുമ്പോൾ ഋതിക പറയാ സൂര്യമംഗലത്തെ സ്വത്തുക്കളും മറ്റു സ്ഥാപനങ്ങളും എല്ലാം എൻ്റെ പേരിലാണെന്നറിഞ്ഞ ഷോക്കിലാണ് കൊച്ചമണി വല്യമ്മയും ജയേട്ടനും. അത് കാരണം അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ എന്നോട് വലിയ റെസ്പെക്റ്റാ. അപ്പോൾ രാജു പറയുവാണ് ഇനി കോടീശ്വരിയാണെന്നറിഞ്ഞുകൊണ്ട് കണ്ടോണം സ്നേഹം അഭിനയിച്ച് വരുന്നത്. മേഡത്തിനെ വളയ്ക്കാനായിട്ട് വരും. എൻ്റെ പൊന്നു മേഡം ആ കൺട്രികളുടെ വലയിലൊന്നും പോയി ചെന്ന് വീണേക്കരുത്. അഥവാ അവരോടൊപ്പം പോയി പെട്ടുപോയാൽ അവർ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കും. ഇല്ല രാജു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഋതിക പറയുന്നുണ്ട്. രാജു മറ്റൊരു കാര്യം ഞാൻ രാജുവിനോട് ചോദിക്കാനിരിക്കുമായിരുന്നു. എന്താ മേഡം? അത് രാജു എൻ്റെ അമ്മ എവിടെയുണ്ടെന്ന് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയോ? ഇല്ല മേഡം, ഇതുവരെയും ഒരു വിവരവും എനിക്ക് കിട്ടിയില്ല. ഋതിക അമ്മയെ ഓർത്ത് വളരെ സങ്കടപ്പെടുന്നുണ്ട്. അത് കണ്ടിട്ട് രാജു ഋതികയുടെ കൈക്ക് പിടിച്ചിട്ട് പറയുന്നു മേഡം വിഷമിക്കാതെ,
മേഡത്തിൻ്റെ അമ്മ ഈ രാജ്യത്ത് എവിടെയുണ്ടെങ്കിലും ഈ രാജു കണ്ടുപിടിച്ചിരിക്കും, ഷുവറാണ്. സങ്കടത്തോടെ ഋതിക പറയാം, മുമ്പ് എനിക്ക് അമ്മയോടൊരു വെറുപ്പായിരുന്നു, ഇപ്പോഴെനിക്ക് എൻ്റെ അമ്മയോടുള്ള സ്നേഹം കൂടിക്കൂടി വരിക. എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ പറ്റൂ രാജു. അമ്മ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ, പിന്നെന്താ അമ്മ എന്നെ കാണാൻ നേരിട്ട് വരാത്തത്? അതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കല്ലേ അറിയാവൂ എന്ന് രാജു പറയുന്നുണ്ട്. എന്തായാലും മകളെ മറന്നിട്ട് അമ്മയ്ക്ക് പോകാനാവില്ല. അമ്മ വരും, വരാതിരിക്കില്ല. അങ്ങനെ ഉറക്കമുണർന്ന് നമ്മുടെ വേണുവേട്ടനും രാധമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. രാധമ്മ വേണുവേട്ടനോട് പറയുന്നു, ഇന്നലെ രാത്രി സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റി. അപ്പോൾ വേണുവേട്ടൻ പറയുന്നു, രാജുവിൻ്റെ പ്രശ്നം പരിഹരിച്ചത് കൊണ്ടല്ലേ? അതേ വേണുവേട്ട, രാജുവിന് മാത്രമല്ലല്ലോ, രാജു കാരണം കുഴപ്പമുണ്ടാകുന്ന വർമ്മ സാറിനും കൂടെ അല്ലയോ? രാഷ്ട്രീയം അല്ലയോടി രാധമ്മേ, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ശത്രുക്കളിപ്പോൾ സാറിനെ പൊളിച്ചടിക്കാൻ. ദൈവം കാത്തുരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. വല്ലാത്ത ക്ഷീണം, ഉറങ്ങിയിട്ട് മതിയായില്ല എന്നിങ്ങനെ രാധമ്മ പറയുമ്പോൾ, എന്നാൽ നീ കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങടി എന്ന് വേണുവേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ ഉറങ്ങുന്നത് ഐശ്വര്യക്കേടാ വേണുവേട്ട. രാവിലെ എഴുന്നേൽക്കുമ്പോഴോർക്കും ആരെങ്കിലും ഒരു കാപ്പി കൊണ്ട് തന്നിരുന്നെങ്കിലെന്ന്. അപ്പോൾ വേണുവേട്ടൻ പറയാം, നിന്റെ ഈ ആഗ്രഹം ഉണ്ടല്ലോ, അത് നിന്റെ മരുമോളെന്ന് അറിഞ്ഞാൽ മതി. ആ കൊച്ചെന്നിട്ട് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് കാത്തിരിക്കുമായിരുന്നു. രാധമ്മ ചിരിച്ചോണ്ട് പറയാം, അതൊക്കെ എനിക്ക് അറിയാൻ വേണുവേട്ട, ഞാനത് ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അത് പറ്റില്ലല്ലോ. ഓ അത് ശരിയാ, ഇപ്പോഴൊരു ലഘുനാടകം അല്ലയോ ഇവിടെ നടക്കുന്നത്, കീരികളും പാമ്പുകളും എന്ന നാടകം. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ രാധമ്മയ്ക്ക് ചിരി വരുക. എന്നിട്ട് രാധമ്മ പറയോ, ഇനിയിപ്പോൾ കാപ്പി സ്വയം ഉണ്ടാക്കി കുടിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അവർ കിടക്കുന്ന റൂമിൻ്റെ ഡോറിലിങ്ങനെ ആരോ തട്ടുന്നു. ആരായിരിക്കുമെന്ന് കരുതി വേണുവേട്ടനെ ഒന്ന് നോക്കിയിട്ട് രാധമ്മ പെട്ടെന്ന് വാതിൽ തുറക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള കാപ്പിയുമായി മുന്നിൽ നിൽക്കുവാണ് ജയൻ. ജയൻ അങ്ങനെ നിൽക്കുന്ന കണ്ട് അതിശയത്തോടുകൂടി ഞെട്ടിങ്ങനെ നിൽക്കുവാണ് രാധമ്മ. ഉറക്കം നടിച്ചു കിടന്ന വേണുവേട്ടനും പതുക്കെ എഴുന്നേറ്റ് നോക്കുവാണ്. ജയൻ വലിയ ഭവ്യതയോടെ പറയുന്നു, അമ്മേ ഗുഡ് മോർണിംഗ്. അച്ഛാ നേരം പുലരാറായി. ഓ നാ കൊടയ്ക്കല്ലോ അച്ഛാ, നേരം വെളുത്തു. എഴുന്നേക്കച്ഛ, വന്ന് കോഫി കുടിക്കുക. അങ്ങനെ രാധമ്മയും വേണുവേട്ടനെയും ഞെട്ടി ഇങ്ങനെ അമ്പരന്ന് നിന്നിട്ട് അവർ കോഫിയൊക്കെ വാങ്ങിച്ച് കുടിക്കുവാണ്. വേണുവേട്ടൻ ജയനോട് ചോദിക്കുന്നു, ദൈവമേ ഞാൻ എന്തുവായി കാണുന്നത്, മായയാണോ? അപ്പോൾ ജയൻ പറയാം, മായയും മഹിമയും ഒന്നുമല്ല, ഇത് മരുമകൻ ഉണ്ടാക്കി തരുന്ന കോഫിയാണ്. ഇത് എന്ത് അത്ഭുതമാ എന്നിങ്ങനെ രാധമ്മ പറയുമ്പോൾ ജയൻ പറയുക, ഇനി എന്തെല്ലാം അങ്ങനെ അത്ഭുതങ്ങൾ കാണാൻ കിടക്കുന്നു. അല്ല, അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു? രാവിലെ സംസാരിക്കുന്നത് കേട്ടല്ലോ. പ്രശ്നമൊന്നും തീർന്നിട്ടില്ല, ഇയാൾ ഉറക്കത്തിൽ കിടന്ന് ചീത്ത വിളിക്കുന്നതാ. രാധമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ജയൻ പറയുക, ഓരോരുത്തരുടെയും കൾച്ചർ അനുസരിച്ചുള്ള പണി അവർ കാണിച്ചിരിക്കും. അപ്പോൾ ഉറക്കെയുള്ള നാമജപം കേൾക്കാൻ കൊച്ചമ്മയോട്. അത് കേട്ട് എല്ലാവരും ഇങ്ങനെ പുറത്തോട്ട് ശ്രദ്ധിക്കുവാണ്. സാരിയൊക്കെ ഉടുത്ത് ചന്ദനക്കുറിയും പൊട്ടുമൊക്കെ ഇട്ട് നിലവിളക്കും കത്തിച്ച് വെച്ച് ജ്ഞാനപ്പാന വായിക്കുകയാണ് കൊച്ചമ്മണി. വിശ്വസിക്കാനാകാതെ വേണുവേട്ടൻ ചോദിക്കുന്ന, അത് എന്തുവാ കേൾക്കുന്നത്? അപ്പോൾ ജയൻ പറയാം, അത് മറ്റൊരു മായയാണ് വത്സ. അങ്ങനെ വിശ്വസിക്കാനാകാതെ വേണുവേട്ടനും രാധമ്മയും കൊച്ചമ്മണിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പ്രിയ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ജയൻ പ്രിയയോട് പറഞ്ഞു, പ്രിയേ സഹധർമ്മിണി, ഇതാണ്ട് ചായ. അതിശയത്തോടെ പ്രിയ ഇങ്ങനെ നോക്കുമ്പോൾ ജയൻ ചോദിക്കുന്നത്, ചുണ്ടോടടുപ്പിച്ച് തരണോ? അപ്പോഴങ്ങോട്ട് വന്ന രാജുവും ഋതികയും കൊച്ചമ്മണിയെയും ജയനെയും ഇങ്ങനെ നല്ലതുപോലെ ശ്രദ്ധിക്കുവാണ്. അവരുടെ മാറ്റം കണ്ട് വിശ്വസിക്കാനാകാതെ അമ്പരന്ന് നിൽക്കുവാണ് രാജു. ജയൻ വന്നിട്ട് പറയുന്നു, ചായ എടുക്കൂ. അങ്ങനെ രാജുവും ഋതികയും ചായയൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. ഇത് എന്ത് പറ്റി ഇവിടെ എല്ലാവർക്കും ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നിങ്ങനെ പ്രിയ പറയുമ്പോൾ വേണുവേട്ടൻ പറയാം, അമ്മയും മകനെയും ദൈവം അലക്കി വെളുപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ പറയുന്ന ഒന്നും കേൾക്കുക പോലും ചെയ്യാതെ കണ്ണടച്ചിരുന്ന് വളരെ ഭക്തിയോടെ ജ്ഞാനപ്പാന പാടുകയാണ് നമ്മുടെ കൊച്ചമ്മണി. ഇതൊക്കെ കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് പ്രിയയും വേണുവേട്ടനും രാധമ്മയും എല്ലാവരും. അപ്പോൾ ഫ്രണ്ട്സ്, കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ കിട്ടുവടങ്ങി എന്ന് പറഞ്ഞതുപോലെയായി കൊച്ചമ്മണിയും ജയനും ഋതിക ആരാണെന്നും ഋതികയുടെ കഴിവെന്താണെന്നും മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മാളത്തിൽ ഒതുങ്ങിയ പോലെ സമാധാനത്തോടെ പോവുകയാണ്. ഇനി എപ്പോഴാണ് കൊച്ചമ്മണിയും ജയനും വിഷം ചീറ്റുന്ന പാമ്പുകളായി മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല. രാജുവിനെയും ഋതികയെയും പിരിക്കാനും അവരെ ഉപദ്രവിക്കാനും ദീപക്കും അംബികയും അങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ശ്രമങ്ങൾ അങ്ങനെ തുടരട്ടെ. അതെന്താകുമെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.